ആഡിസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. സമയം വെളുപ്പിനെ 4:30 കഴിഞ്ഞു. 4:45. രാവിലെ ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു 4:30 ഉള്ളൂരിനടുത്ത് തമ്പാനൂർ ഇവിടെയുള്ള പ്രൈവറ്റ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും യൂബർ ഓണാക്കി തമ്പാനൂർ കിടപ്പുണ്ട്. പിന്നെ ബലിയൊക്കെ ഇട്ടിട്ട് വരുന്നവർക്ക് ആരെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യുമായിരിക്കും. ഇപ്പം ഓട്ടം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ചുമന്ന് കിടക്കുകയാണ്. ട്രിപ്പൊന്നും ഇതുവരെ അടിച്ചില്ല, നോക്കാം. ഈ ആഴ്ച വേറെ ഒരു ദിവസം ഇറങ്ങിയില്ല കേട്ടോ. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും മാത്രമേ ഇറങ്ങിയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഓട്ടോ ഇല്ലായിരുന്നു. ഇന്നലെ ഇറങ്ങിയിട്ട് തിരിച്ചതേപോലെ കയറിപ്പോയി. ഇന്നെന്തായാലും നോക്കാം ഓട്ടം വരുമോ ഇല്ലയെന്ന്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ലേ, അതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ ഓപ്പർച്യൂണിറ്റിയിൽ പ്രീ ബുക്കിംഗ് വരുന്നത്. 6 മണിക്കാണ് ബുക്കിങ്. നമ്മുടെ പനവിള, അതായത് തൊട്ടടുത്ത് തന്നെ തൈക്കാടുന്ന് ഡൊമസ്റ്റിക് എയർപോർട്ട് വരെ പോകാനാണ്. 352 ആണ് റേറ്റ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളായിട്ടോ ഇങ്ങനെ ഓട്ടം കിട്ടിയിട്ട്. അപ്പം നമുക്കിനിയും സമയമുണ്ട്, 45 മിനിറ്റ്സ് ഇനിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ട്രിപ്പ് കുറവാണെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ സാധാരണ ഈ സമയത്തൊക്കെ ട്രിപ്പ് അടിക്കേണ്ടയാ. അപ്പം നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. SP ഗ്രാൻഡേഴ്സിൽ നിന്നാണ് പിക്കപ്പ്. ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉണ്ട്. 6 മണിക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇനി പോയിട്ട് യൂ ടേൺ എടുത്തിട്ട് വരാം. കുറേ പട്ടികൾ ഇല്ലെങ്കിൽ വേറെ ഒരു പണിയില്ല. വണ്ടി കണ്ട അപ്പം കൂടെ ഓടിക്കും. SP ഗ്രാൻഡേഴ്സിലെത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ വെയിറ്റ് ചെയ്യാം, പുള്ളിക്കാരൻ വരുമായിരിക്കും. ഓരോരോ വള്ളിക്കെട്ടുകളെ രാവിലെ തന്നെ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട്. 335 രൂപ. അത് പ്രീ ബുക്കിംഗ് ആയിട്ട് 100 രൂപ എക്സ്ട്രാ ആണ്, അഡീഷണൽ റേറ്റാണ്. ഞാൻ ഡൊമസ്റ്റിക്കിൽ വിട്ടിട്ടു. എനിക്ക് പിന്നെ അടുത്ത ട്രിപ്പിന് വേണ്ടി നോക്കാം. ഒരു ചായ കുടിക്കാം. എനിക്ക് നല്ല രാവിലെ എണീറ്റുണ്ടാകണമെന്ന് തോന്നുന്നു. നല്ല വിശപ്പുണ്ട്. ഡീസൽ ഓടിക്കണം. ഇനി പോകുന്ന വഴിക്ക് അടുത്ത ട്രിപ്പിൽ ഡീസൽ ഓടിക്കണം. ഇപ്പം എന്തായാലും ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ട്. 6:30 ചെന്നൈ ഫ്ലൈറ്റ് ഉണ്ട്. എന്തായാലും അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും വടയോ എല്ലാം ഉണ്ടെങ്കിൽ നോക്കാം, കഴിച്ചിട്ട് നിൽക്കാം. ഇത് ഡൊമസ്റ്റിക് എയർപോർട്ടിന് അടുത്തുള്ള ഒരു ചെറിയ തട്ടുകടയാണ്. അമ്മാവൻ്റെ കടയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. ഈ ചായക്കട ഭയങ്കര ഫേമസാണ്. പണ്ട് മുതലേ ഉള്ള കടയാണ്. പഴയ ഡ്രൈവർമാർക്കെല്ലാം അറിയാൻ പറ്റും. ഞാൻ പണ്ട് മുതലേ എയർപോർട്ടിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കട്ടൻ അടിക്കുന്ന കടയാണ്. ഇപ്പോഴാണ് കോഫിയിലോട്ടൊക്കെ മാറിയത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് വേണം നോക്കാം. രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഡൊമസ്റ്റിക്കിൽ നിന്ന് തമ്പാനൂർ ആണ് റെയിൽവേ സ്റ്റേഷൻ. എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത രണ്ടാമത്തെ റിസർവ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഓപ്പർച്യൂണിറ്റീസിൽ പോയി 8:15 ട്രിപ്പ്. പഴഞ്ചിറ ദേവി ടെമ്പിൾ റോഡ്, പരവൻകുന്ന് അടുത്ത് തമ്പാനൂർ വരെ 251 രൂപ. അത് 8:15. ഇനി 1.25 മണിക്കൂറുണ്ട്. എന്ത് ചെയ്യും? ആദ്യം നോക്കട്ടെ. കുറേ സമയങ്ങൾക്ക് ശേഷം വീണ്ടും ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇൻ്റർസിറ്റിയാണ് അടിച്ചത്. നമ്മുടെ വീട്ടിനടുത്തോട്ട് തന്നെ നെട്ടെ റെയിൽവേ സ്റ്റേഷൻ
പോയി എടുക്കാം എന്തായാലും. സമയം 8:15 കേട്ടോ രാവിലെ. അപ്പോഴത്തേക്ക് നമ്മൾ യൂബറിൽ മാത്രം 800 രൂപയ്ക്ക് ഓടി എടുത്തിട്ടുണ്ട്. ഇപ്പം നെട്ടയത്താണ് ലാസ്റ്റ് ട്രിപ്പ് കിട്ടിയത്. അതിൻ്റെ തൊട്ടടുത്ത വീടായതുകൊണ്ട് ഒന്ന് വീട്ടിലും പോകണം, പിന്നെ ഫുഡും കഴിക്കണം. വീട്ടിൽ രാവിലെ ഒന്നും വയ്ക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കൂടെ ഉറങ്ങിപ്പോട്ടെ എല്ലാവരും. അപ്പം ഞാൻ സ്ഥിരം കഴിക്കുന്ന ഒരു തട്ടുകടയുണ്ട് വീടിൻ്റെ അടുത്ത്. അവിടുത്തെ കട്ടനും സൂപ്പറാണ്. രാവിലെ നല്ല ബീഫ് കിട്ടും, നല്ലപോലെ ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്ത നല്ല കറുകറായിരിക്കും ബീഫ്. ആ ബീഫൊന്നും ഞാൻ കഴിക്കില്ല. രാവിലെ ദോശ, രസവട, ഒരു കട്ടൻ, പിന്നെ ഒരു സിംഗിൾ. ഇതാണ് എൻ്റെ പതിവ്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ആ ജംഗ്ഷൻ എത്തിയായിരുന്നു, 3-ാം മൂട്. ഇതാണ് 3-ാം മൂട് ജംഗ്ഷൻ. ഇന്ന് തരക്കേടില്ലാതെ രാവിലെ ഓട്ടം ഉണ്ടായിരുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം ഓട്ടം കാണാൻ കുറവാണ്. വൈകിട്ട് എല്ലാം ഉണ്ടാലേ ഉള്ളൂ. കാരണം ഇനി എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതൊക്കെ സമയമല്ലേ. ബലിയെല്ലാം ഇട്ടിട്ട് ഇതാണ് എൻ്റെ തട്ടുകട. നമ്മുടെ അതർ സ്റ്റേറ്റ് മെമ്പേഴ്സൊക്കെ ഇവിടെ കൂടിയപ്പോണ്ട്. ഇവിടെ ഉണ്ട് ലോട്ടറി കടയുടെ ഒരു മേളമാണ്. ഇവിടെ നിന്ന് എന്തോ ഒരു ലോട്ടറി അടിച്ചിട്ടുണ്ടെന്നറിയാം. അടിച്ചത് കംപ്ലീറ്റും ബംഗാളികൾക്കാണ്. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ ലോട്ടറി കട. 3 എണ്ണം ഇവിടെ തുറന്നിട്ടുണ്ട് അടുത്തടുത്ത്. എല്ലാം അടിച്ചത് ബമ്പറുകളാണ്. 60-70 ലക്ഷമൊക്കെയാണ്. മലയാളികൾക്ക് ഒന്നും അടിച്ചില്ല. അതാണ് ഏറ്റവും വലിയ രസം. അവന്മാർക്ക് കുറേ ഭായിമാർക്ക് ലക്ഷപ്രഭുവായിട്ട് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. പോയവന്മാരാരും തിരിച്ചു വന്നിട്ടില്ല. ഇവിടെ നിന്ന് അടിച്ച അടുത്തുള്ള സ്റ്റേഷനിൽ പോകും. സ്റ്റേഷനിൽ നിന്ന് അവർ ബാങ്കിൽ ഇത് കൊടുത്ത് കാശാക്കി നേരെ അവന്മാരെ കയറ്റി അയക്കും. അതാണ് ഒരു കണക്കിന് നല്ലത് കേട്ടോ. റിസ്ക്കാണ്. ഇല്ലെങ്കിൽ അവന്മാരെ കൊന്നിട്ട് കാശ് അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ലോട്ടറി അടിക്കുന്നവന്മാരെ കയറ്റി വിടും. പിന്നെ ഇങ്ങോട്ട് വരല്ലെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും കഴിച്ചിട്ട് ബാക്കിയാണ്. സമയം ഇപ്പോൾ 9:45 വീട്ടിൽ വന്ന് നേരത്തെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ട്രിപ്പൊന്നും അടിച്ചില്ല. ഇതുവരെ ഓഫ് ചെയ്തില്ലേ, ഓണാക്കി തന്നെ ഞാൻ വെച്ചത്. മെയിനായിട്ട് വന്നതിൻ്റെ കാര്യം വണ്ടി ഒന്ന് വൃത്തിയാക്കണം, ഒന്നുകൂടെ കുളിക്കണമായിരുന്നു. അപ്പം വണ്ടിയൊക്കെ എന്താണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഫുള്ള് വാഷ് ചെയ്ത്. വണ്ടി എല്ലാ ദിവസവും വാഷ് ചെയ്യും കേട്ടോ. അതിലൊന്നും ഒരു കുറവും വരുത്തേ. മഴയാണെങ്കിലും വാഷ് ചെയ്ത് തന്നെ വയ്ക്കുള്ളൂ. ഇന്നെന്തായാലും നേരത്തെ വരും ഞാൻ. ഒരു വൈകിട്ടാകുമ്പോൾ ട്രിപ്പെല്ലാം നടത്തും. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടത്തും. കാരണം എന്താ, ഇവൻ്റെ കാലുണ്ടോ ഇങ്ങനെ അതാരോ അടിച്ചൊടിച്ചതാണ് പാവം. ഇവൻ തമാശയ്ക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. ചെറിയ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചത്. പക്ഷെ അത് ഏതോ കണ്ണിച്ചോരയില്ലാത്ത നായിൻ്റെ മോൻ അടിച്ചൊടിച്ചതാണ് പാവം ബ്രഹ്മണിയുടെ. ഇവൻ അങ്ങനെ പുറത്ത് പോയാലും ആരെയും ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗാണ്. എൻ്റെ കാലാരോ ഇവിടെ ഉള്ളവർക്കെല്ലാം ഇവനെ അറിയാം. ഏരിയയിലുള്ള എല്ലാവർക്കും. ഇവൻ അടുത്ത ജംഗ്ഷൻ വരെ പോവും. അവനെ ആരും ഒന്നും ചെയ്യത്തില്ല. പക്ഷേ ഇത് മനഃപൂർവ്വം ആരോ അടിച്ചൊടിച്ചതാണ് പാവത്തിന്. അപ്പം ഇന്ന് വൈകിട്ടേ ഡോക്ടറുള്ളൂ. അപ്പോൾ എക്സ്റേ ഒക്കെ എടുക്കണം. അപ്പം അതിന് വൈകിട്ടേ പറ്റുള്ളൂ. അത് എന്തുകൊണ്ട് വൈകിട്ട് ഓട്ടം നടത്തും. ഇവനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ വേദന എടുത്താൽ പോലും കരയത്തില്ല പാവം. അപ്പോൾ ഇവനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ എന്തായാലും വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഓട്ടം വല്ലതും കിട്ടുമെന്ന് നോക്കാം. ഡീസൽ ഓടിക്കണം. അപ്പോൾ കൂട്ടാ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ നിന്ന് മെഡിക്കൽ കോളേജ് വരെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഡീസൽ അടിക്കാൻ പോകുന്ന വഴിക്കാണ് ട്രിപ്പ് കിട്ടിയത്. അപ്പം ആള് കണ്ടായിരുന്നു. ആ വഴിയിൽ നിന്നാണ് വരുന്നത്. വണ്ടി അങ്ങോട്ട് കയറ്റിയാൽ പിന്നെ റിവേഴ്സ് ഇത്രയും ദൂരം വരണം. പിന്നെ വേറെ വണ്ടി വന്നാൽ ബ്ലോക്കാവും. പണ്ട് മെയിൻ റോഡിൽ തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ വരട്ടെ. വന്നിട്ട് നമുക്ക് ഡീസൽ ഓടിച്ചിട്ട് വേണം പോയിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് RCCയിലേക്കായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ഒട്ടും വയ്യായിരുന്നു. കട്ടറിൽ പോലും ഇറക്കാൻ പറ്റത്തില്ല. ചെറിയൊരു ഹമ്പ് ചാടിയാൽ പോലും ഭയങ്കര പെയിനാണ്. ഒരുപാട് പയ്യാണ് വന്നത്. ഫസ്റ്റും സെക്കൻഡും ഗിയറിലാണ് വന്നത്.
അപ്പം നമുക്കിനി അടുത്തത് ഇവിടെ തന്നെ എവിടെയെങ്കിലും സ്ഥലം നോക്കി പാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് വല്ലതും ഇൻ്റർസിറ്റി കിട്ടിയാലോ. അങ്ങനെ ഇവിടെ അടുത്ത ഗ്രൗണ്ടുണ്ട്, അതിൻ്റെ സൈഡിലോട്ട് പാർക്ക് ചെയ്യാം നമുക്ക്. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, നമുക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് കിടക്കാം. വല്ല ട്രിപ്പും കിട്ടാതിരിക്കില്ല. എല്ലാം നോ പാർക്കിംഗ് വെച്ചിരിക്കുകയാണല്ലോ. മുമ്പായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം പാർക്കിംഗ് പറ്റുമായിരുന്നു. നമുക്ക് നോക്കാം. ഫ്രണ്ടിലോട്ട് ഒരു ഹോസ്റ്റലുണ്ട്, ലേഡീസ് ഹോസ്റ്റലാണ്. നോക്കാം അവിടെ വല്ല പാർക്കിംഗ് കിട്ടുമോ. പാർക്കിംഗ് ഫുള്ളാണ്. പാർക്കിംഗ് ആണല്ലോ. ഗ്യാപ്പൊന്നുമില്ല. തിരിച്ചെടുത്ത് പോവാം. എന്തായാലും വേറെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കാണാം. താഴോട്ട് പാർക്കിംഗ് ഇല്ല. അങ്ങനെ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് കുമാരപുരം റോഡിലൊരു പള്ളിയുണ്ട് തൊട്ടിപ്പുറത്ത്, എൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് കുമാരപുരമാണ് ഡ്രോപ്പ് കാണിച്ചിരിക്കുന്നത്. അതായത് 1 കിലോമീറ്ററിനകത്തുള്ള ഓട്ടമാണ് ടോട്ടൽ. ഇതിന് അവർക്ക് തെറ്റുപറ്റിയതാണോ എന്നറിയില്ല, എന്തായാലും പോയി നോക്കാം. അപ്പോൾ അത് നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അത് പിക്കപ്പും ഡ്രോപ്പും എല്ലാം കൂടെ 1 കിലോമീറ്ററിനകത്ത് തന്നെയാണ്. അത് മൊത്തം നമുക്ക് കിട്ടിയത് 160 രൂപയും കിട്ടി. അങ്ങനത്തെ ട്രിപ്പൊന്നും കിട്ടിയിട്ടില്ല. ഇത് ആദ്യമായിട്ട് കിട്ടുന്ന ട്രിപ്പാണ്. 1 കിലോമീറ്ററിനകത്ത് പിക്ക് ആൻഡ് ഡ്രോപ്പ്. RCC തന്നെയാണ്, ഫ്രണ്ടിൽ നിന്ന് അടുത്ത് RCC കൊണ്ടുവിട്ടു. അപ്പം നമുക്കിനി അടുത്ത വെയിറ്റ് ചെയ്യാം, ഒരു വലിയൊരു ട്രിപ്പ് വരട്ടെ. നമ്മുടെ കുമാരപുരം ടാക്സി സ്റ്റാൻഡിൽ വീണ് ഒതുക്കിയിട്ട് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ട്രിപ്പ് അടിച്ചു കേട്ടോ. ഇവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ആണ് പിക്കപ്പ്. എവിടെയാണിത്? ഫെയറില്ല. കണ്ണമല്ല ഫെയറിന്ന് കുടപ്പന കുന്ന് വരെ ഹരിത. എന്തായാലും നമുക്ക് ട്രിപ്പ് എടുക്കാൻ പോവാം. ട്രാഫിക്കും ഉണ്ട്, തരില്ല. ട്രിപ്പ് എടുത്തിട്ട് കാണാം. അടുത്ത ഓട്ടം നമുക്ക് നാലാഞ്ചിറ സ്റ്റെപ്പ് ജംഗ്ഷൻ എന്നാണ് ഓട്ടം അടിച്ചിരിക്കുന്നത്, ഈ പെട്രോൾ പമ്പിൻ്റെ ഇവിടെ നിന്ന്. പക്ഷെ ആളെ കാണുന്നില്ല. ഇവിടെ നിന്നാണ് ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡ്. ആളെ കണ്ടില്ലല്ലോ, എന്ത് ചെയ്യും? വിളിച്ചു നോക്കാം. ഉച്ചയ്ക്ക് 12:30 കഴിയും. ഇതുവരെ നമ്മൾ ഓടിയത് യൂബറിൽ 1717 രൂപയ്ക്കാണ് കേട്ടോ. ഇനി കുളത്തൂരാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് USTയുടെ അവിടെ എവിടെയെങ്കിലും പോയി കിടക്കാം. ട്രിപ്പ് ചിലപ്പം കിട്ടും. നമ്മൾ തണൽ നോക്കി ഇങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നു ഹൈവേ കൂടെ. എവിടെയാണ് തണലുണ്ടെന്ന്
ഓട്ടം മതിയാക്കി പോവുകയാണ്. അപ്പോൾ ഇനി നാളെ കാണാം. എന്തായാലും ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. 1700 1800 അടുപ്പിച്ച് യൂബറിലും ഓടി, പുറത്തൊരു ട്രിപ്പും ഓടി. വൈകിട്ട് ഞാൻ പറഞ്ഞില്ലേ രാവിലെ എൻ്റെ അപ്പക്കുട്ടനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അത് മാത്രമല്ല ഇവിടെ കിടന്നിട്ടൊന്നും ഓട്ടം അടിക്കണില്ല. കട കൊടുത്തെടുത്ത് നല്ല വെയിലും ഉണ്ട്, നല്ല വിശപ്പും ഉണ്ട്. വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.